ഹിമാലയത്തിൻ്റെ മഞ്ഞുമലകൾക്കിടയിൽ മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എത്തുന്നവർ പറയുന്നത് ഒരേയൊരു കാര്യമാണ്: ബദ്രിനാഥ് ഒരു ക്ഷേത്രമല്ല, അത് ദൈവത്തെ അനുഭവിക്കുന്ന ഒരു യാത്രയാണ്. ഉത്തരാഖണ്ഡിലെ ഗാഡ്യുൾ ഹിമാലയ നിരകളിൽ അളകനന്ദ നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രിനാഥ് ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ഹിന്ദുമതത്തിലെ ചാർധാം തീർത്ഥാടനങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. പുരാണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ലോകത്തിന്റെ നന്മയ്ക്കായി ഭഗവാൻ വിഷ്ണു ഏറ്റവും ശാന്തമായ ഒരു സ്ഥലം അന്വേഷിച്ചു. ഒടുവിൽ അദ്ദേഹം ഹിമാലയത്തിന്റെ മടിത്തട്ടിലെ ഈ മനോഹര പ്രദേശം തിരഞ്ഞെടുത്തു. അവിടെ ഇരുന്ന് വർഷങ്ങളോളം ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നു. ധ്യാനം നീണ്ടു നിന്നപ്പോൾ കൊടും തണുപ്പും മഞ്ഞു വീഴ്ചയും തുടങ്ങി. വിഷ്ണുവിൻ്റെ ശരീരം മുഴുവൻ മഞ്ഞിൽ മൂടി. അത് കണ്ട മഹാലക്ഷ്മി തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ ഒരു ബദ്രി വൃക്ഷമായി മാറി. ആ വൃക്ഷം വിഷ്ണുവിന് തണലും സംരക്ഷണവും നൽകി. ധ്യാനം അവസാനിപ്പിച്ചപ്പോൾ വിഷ്ണു ലക്ഷ്മിയോട് പറഞ്ഞു: "നീ എന്നെ സംരക്ഷിച്ചു. ഇനി മുതൽ ഈ സ്ഥലം ബദ്രി വൃക്ഷത്തിൻ്റെ നാഥൻ എന്ന അർത്ഥത്തിൽ ബദ്രിനാഥ് എന്നറിയപ്പെടും." അങ്ങനെ ഈ പുണ്യഭൂമി ബദ്രിനാഥ് എന്ന പേരിൽ പ്രശസ്തമായി. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഈ സ്ഥലം ആദ്യം ശിവന്റെയും പാർവതിയുടെയും വാസസ്ഥലമായിരുന്നു. ഒരിക്കൽ അവർ മടങ്ങിയെത്തുമ്പോൾ വീടിന് മുന്നിൽ കരയുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. പാർവതി ദേവി കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ആ കുഞ്ഞ് ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപമാണെന്ന് മനസ്സിലായി. വിഷ്ണു ഈ സ്ഥലം തൻ്റെ താപഭൂമിയാക്കി. ശിവനും പാർവതിയും പിന്നീട് കേദാർനാഥിലേക്ക് പോയെന്നാണ് വിശ്വാസം. കാലം കടന്നു, രാജവംശങ്ങൾ മാറി, എന്നാൽ ബദ്രിനാഥിൻ്റെ മഹത്വം ഒരിക്കലും കുറഞ്ഞില്ല. ക്രിസ്തുവിന് ശേഷം 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യർ ഹിമാലയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അളകനന്ദ നദിയിൽ നിന്നും വിഷ്ണുവിൻ്റെ വിഗ്രഹം കണ്ടെത്തിയതായി പരമ്പരാഗത വിശ്വാസമുണ്ട്. അദ്ദേഹം ആ വിഗ്രഹം വീണ്ടും പ്രതിഷ്ഠിച്ചതോടെ ബദ്രിനാഥ് വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാന ആത്മീയ കേന്ദ്രമായി മാറി. ഇന്നും എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ബദ്രിനാഥ് സന്ദർശിക്കുന്നു. എന്നാൽ വർഷം മുഴുവനും ക്ഷേത്രം തുറന്നിരിക്കില്ല. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ച കാരണം ഏകദേശം 6 മാസം ക്ഷേത്രം അടച്ചിടുന്നു. വേനൽക്കാലം ആരംഭിക്കുമ്പോൾ ക്ഷേത്രം വീണ്ടും തുറക്കുകയും ആയിരക്കണക്കിന് ഭക്തർ സന്ദർശനത്തിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്നു. ബദ്രിനാഥിലേക്കുള്ള യാത്ര തന്നെ ഒരു അത്ഭുതമാണ്. വളഞ്ഞു മുറിഞ്ഞ മലമ്പാതകൾ, മഞ്ഞു മൂടിയ കൊടുമുടികൾ, അളകനന്ദ നദിയുടെ ഗർജനം, തണുത്ത കാറ്റ്, ഓരോ നിമിഷവും പ്രകൃതിയുടെ മഹത്വം അനുഭവിപ്പിക്കുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള താപ്തകുണ്ട് എന്ന ചൂടുവെള്ളം ഉറവ മറ്റൊരു അത്ഭുതമാണ്. പുറത്ത് കൊടും തണുപ്പായാലും ഈ ജലത്തിന് ചൂട് കുറയാറില്ല. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നതിന് മുമ്പ് ഇവിടെ സ്നാനം ചെയ്യുന്നത് വിശുദ്ധമായി കരുതപ്പെടുന്നു. അടുത്തുള്ള മാണ ഗ്രാമം ഇന്ത്യയുടെ അവസാന ഗ്രാമം എന്നറിയപ്പെടുന്നു. അവിടെയുള്ള വ്യാസഗുഹയിൽ മഹർഷി വ്യാസൻ മഹാഭാരതം രചിച്ചതായും ഗണേശ ഗുഹയിൽ ഗണപതി അത് എഴുതിയതായും വിശ്വാസമുണ്ട്. ബദ്രിനാഥ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്: മനുഷ്യൻ എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും മനസ്സിന് സമാധാനം ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയും വിനയത്തിലൂടെയും മാത്രമാണ്. ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ ഇന്നും അചഞ്ചലമായി നിലനിൽക്കുന്ന ബദ്രിനാഥ് ഭക്തരെ മാത്രമല്ല, ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്ന ഓരോ മനുഷ്യനെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തുന്നവർ ഒരു ക്ഷേത്രം കണ്ടു മടങ്ങുന്നില്ല, അവർ ആത്മാവിൽ ഒരു പുതിയ വെളിച്ചവുമായി മടങ്ങുന്നു. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ബദ്രിനാഥ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചാൽ അത് ഒരു യാത്രയായി കാണരുത്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള ചരിത്ര പുരാണ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുതകരമായ ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി.